ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർഡിയോവാസ്കുലർ ടെക്നോളജിയാണ്, അതായത് CVT. ഈ ഒരു കോഴ്സ് എടുക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 സയൻസ് ആണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള സയൻസിലാണ് നമ്മൾ എടുക്കാൻ. മിനിമം നമുക്കൊരു 50% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത് ഒരു ഹാർട്ടോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് എല്ലാം കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു വർക്കാണ് നമുക്ക് അവിടെ വരുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹാർട്ട് സർജറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈ സർജറിക്ക് മുൻപായിട്ട് ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ എക്കോ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ എക്കോ ഒക്കെ എടുക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻവാസീവ് ആയിട്ടും ഒന്ന് നോൺ ഇൻവാസീവ് ആയിട്ടും. ഇൻവാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹാർട്ട് പേഷ്യൻസിനൊക്കെ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, അതുപോലെ ഹാർട്ട് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഡോക്ടർ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ആയിരിക്കും നമ്മൾ ഇൻവാസീവ് ആയിട്ട് ചെയ്യുന്നത്. നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്കോ എടുക്കുക, അതുപോലെ ECG എടുക്കുക, അത്തരത്തിലുള്ള ഡ്യൂട്ടിയാണ് നമ്മൾ ഇൻവാസീവ് ആയിട്ടുള്ള സെക്ഷനിൽ വരുന്നത്. നിങ്ങൾക്ക് ഏത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മെയിൻലി നമുക്കൊരു കാത്ത് ലാബിലൊക്കെയാണ് അവർക്ക് കൂടുതലായിട്ട് വർക്ക് വരിക. ഈ കാത്ത് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റ് അതുപോലെ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ റൂമിനാണ് നമ്മൾ കാത്ത് ലാബ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈ കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റിന് ഡ്യൂട്ടി വരാറുണ്ട്. അപ്പോൾ 4 ഇയർ കോഴ്സാണ്. 3 ഇയർ കോഴ്സ് +1 ഇയർ ഇന്റേൺഷിപ്പ് ആണ്. 3+1 ഇയർ ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഇയറിലൊക്കെ നമുക്ക് അതിന്റെ സിലബസ് മൈക്രോബയോളജി, അനാറ്റമി, പാത്തോളജി, ഫിസിയോളജി, അതുപോലെ ബയോകെമിസ്ട്രി ആണ് ഇതിന്റെ ഫസ്റ്റ് ഇയറിലെ ഒരു സിലബസ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ നമ്മൾ മെയിൻലി കാത്ത് ലാബ് പ്രൊസീജിയർ, അതുപോലെ എക്കോ, കാർഡിയോഗ്രാം ഒക്കെ നമ്മൾ സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. 4th ഇയർ കംപ്ലീറ്റ്ലി നമ്മുടെ ഇന്റേൺഷിപ്പ് ആണ് ഈ ഒരു കോഴ്സിന് വരുന്നത്. ഇപ്പൊ ഇതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു നമ്മൾ ഹോസ്പിറ്റലിൽ ഹാർട്ട് സർജറി നടക്കുന്നത് എത്രത്തോളം ആണെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമുക്ക് സ്കോപ്പ് വരുന്നത്. ഒരു 1-2 കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റിന്റെ ആവശ്യമേ നമുക്കൊരു ഹോസ്പിറ്റലിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ. നല്ല പാഷൻ ആയിട്ടുള്ള കുട്ടികളാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത്. കാരണം അത്ര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വർക്കാണ് നമുക്കൊരു കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റിന് വരുന്നത്. നമ്മുടെ അലൈഡ് സയൻസിന് കീഴിൽ വരുന്ന ഒരു കോഴ്സാണ് നമുക്ക് കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത്. കാർഡിയാക് കെയറും കാർഡിയാക് വാസ്കുലറും രണ്ട് കോഴ്സായിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മളുടെ കേരളത്തിൽ ടോട്ടൽ നമുക്ക് 8 കോളേജുകളിലാണ് കാർഡിയോവാസ്കുലർ ടെക്നോളജി വരുന്നത്. നിങ്ങൾക്കറിയാം, അതൊരു 95% എബോവ് മാർക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ LBS ത്രൂ അത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു 95% മസ്റ്റ് ആയിട്ട് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് LBS ത്രൂ അത് കിട്ടത്തുള്ളൂ. കാരണം 8 കോളേജുകളിലെ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു സീറ്റ് വരുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് കേരളത്തിൽ പുറത്ത് അതർ സ്റ്റേറ്റിൽ നമുക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റും കർണാടക സ്റ്റേറ്റിലൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഓൺ ഹോസ്പിറ്റൽ ഉള്ള ഒരു കോളേജ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൽ മെയിൻലി തിയറി പ്ലസ് പ്രാക്ടിക്കലും കൂടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മെഷീൻസ് എല്ലാം പരിചയപ്പെടണമെങ്കിലും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണമെങ്കിലും ക്ലിനിക്കൽ പ്രാക്ടീസ് മസ്റ്റ് ആയിട്ട് വേണം. അതുകൊണ്ട് തന്നെ ഒരു ഓൺ ഹോസ്പിറ്റൽ ഉള്ള കോളേജ് ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, നമ്മൾ എടുക്കാൻ പോകുന്ന കോളേജിന് എല്ലാ രീതിയിലുള്ള അഫിലിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് കാര്യം ഉറപ്പുവരുത്തുക. നിങ്ങൾക്കൊരു 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാനേജ്മെന്റ് സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പൊ പാഷനുള്ള കുട്ടികൾ അത് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് നമ്മളുടെ കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും താല്പര്യമുള്ള കുട്ടികൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുക. അത്യാവശ്യം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കോഴ്സാണ്, ഉള്ള ഡ്യൂട്ടിയാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ പുറത്ത് പോയി കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം നല്ലൊരു സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ് നമുക്ക് ഇത് വരുന്നത് നമ്മുടെ അലൈഡ് സയൻസിന്റെ കീഴിൽ. അപ്പൊ ഈ കോഴ്സിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ കേരളത്തിന് പുറത്താണെങ്കിലും കർണാടക, തമിഴ്നാട് സ്റ്റേറ്റിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.